വെൽക്കം ടു ജങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കൽക്കി 2898 AD മൂവിയിലെ തീം ഓഫ് കൽക്കി എന്ന് പറയുന്ന സംഭവം പുറത്തു വന്നിട്ടുണ്ട്. 2 ദിവസം മുന്നേ നമ്മളായിട്ട് ഏകദേശം ഒരു ടെംപ്റ്റ് ചെയ്യിപ്പിച്ച ഒരു സംഭവം കൂടിയാണ്. ഇതിങ്ങനെ വരുന്നുണ്ട് സംഭവം പറഞ്ഞതല്ലാണ്ട് എപ്പോ വരുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ അറിയുന്നില്ല. പിന്നെ കൽക്കിയുടെ മെയിൻ ഒരു സ്വഭാവമാണ് പിന്നത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളത്. എന്തായാലും ഇതിലും അത് ചെറുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ശോഭന മാമിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, വേറൊരു ഗ്ലിംസിലാണ്. അതന്നെയാണ് ഇതെന്ന് അറിയില്ല. ഇതിനകത്ത് കാണിച്ച ചില സ്ഥലത്ത് ദീപിക പടുക്കോണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. തമിഴിനകത്ത് ദീപികയുള്ളത് ആണ്. അതെന്താ എന്താന്നുള്ള അറിയില്ല. ഇത് തീം ഓഫ് കൽക്കി അങ്ങനെയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതൊരു ഗ്ലിംസ് പോലത്തെ ഒരു വീഡിയോ വന്നപ്പോ അതിനകത്ത് ശോഭന മാമിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മധുര എന്ന് പറഞ്ഞിട്ട് ഇതാ സംഭവം എന്താന്ന് നമുക്ക് നോക്കാം. കാരണം മൂവി ഇറങ്ങാനായിട്ട് ഇനി 2 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് 2 ദിവസം മുന്നേ ആണ് അവർ ഇതിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കുന്നത്. ആൻഡ് ദിസ് സോങ്ങിന്റെ അകത്ത് നമ്മളെ 3 സിംഗേഴ്സ് ഉണ്ട്. അതായത് അനന്തു, പിന്നെ അതുപോലെ ഗൗതം ഭരദ്വാജ്, പിന്നെ കാലഭൈരവ, 3 സിംഗേഴ്സ് ആണുള്ളത്. അത് കൂടാണ്ട് വലിയൊരു കോറസ് ടീമും കൊണ്ട് എഴുതിയിട്ടുണ്ട് അവര്. നമുക്ക് നോക്കാം തീം ഓഫ് കൽക്കി. റെഡി അല്ലേ? റെഡി. ആദ്യമായിട്ടായിരിക്കും കൽക്കിയുടെ എന്തെങ്കിലും ഓൺ ടൈമിൽ ചെയ്യണം. ഓൺ ടൈം അല്ല, അറ്റ്ലീസ്റ്റ് അന്നേരമെങ്കിലും. Calm your mind with chakra-based meditation music. Saregama Karwa Wellness. అధర్మాన్ని హరిచేయగా యుగ యుగాన జగములోన పరిపరి విధాల్లోన విభవించే విక్రమ విరాట్ రూపమితడే. స్వధర్మాన్ని పరిరక్షించగా సమస్తాన్ని ప్రక్షాళించగా సముద్భవించే అవతారమిదే. విడపకూర్మమై తనువరాహమై మనకు సాయమై బాణమై కరకు ఖడ్గమై చురుకు ఘాతమై మనకు ఊతమై. സോൾ ഇമോഷൻ. మధుర కీర్తనో హృదయ వేదనో మన నివేదనం అందితే మన వితర్షణం మనకు సంభవం అతడి వైభవం. అధర్మాన్ని అణిచెయ్యక యుగ యుగాన జగములోన పరిపరి പൊളി ഒരു രക്ഷയില്ല കമ്പോസിഷൻ അല്ലേ? അതായത് 3 പേര് കൂടിയിട്ടാണ് പാടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വിത്ത് കോറസ് ഈ ഒരു എഫക്ട് ഉണ്ട്. എനിക്ക് ഏകദേശം ഒരു ബാഹുബലിയുടെ എഫക്ട് കിട്ടിയായിരുന്നു അല്ലാണ്ട് അല്ലെ. അതായത് അതിനും മേലെ എന്ന് പറയാം. കാരണം എന്താ പറയാ, എനിക്ക് തോന്നിയ ആ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിരിക്കുന്നതും അതിന്റെ ആ ഒരു കറക്റ്റ് പ്ലേസിംഗും അത് ഭയങ്കരമായിട്ട്, അതായത് നമ്മുടെ പഴയ റഹ്മാൻ സാറിന്റെ പാട്ടുകൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു.
ഭയങ്കര നമ്മൾ പറയില്ലേ അത്രയും മേലെ നിൽക്കുന്ന ഒരു മ്യൂസിക് അല്ലെ, അങ്ങനത്തെ ഒരു മ്യൂസിക്കിന്റെ അകത്ത് ആ ഒരു വോയിസും ഇമോഷൻസ്, അതായത് ഓരോ ഇമോഷൻസ് അവിടെ കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് അതായത് ശോഭന മാമിന് നല്ല എനിക്ക് തോന്നുന്നു റോൾ ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം ശോഭന മാം, ദീപിക പടുക്കോൺ അവരാണ്. എനിക്ക് തോന്നുന്നു അവരാണോ ഇനി ഇമോഷൻ എന്ന് അറിയില്ല കേട്ടോ. കാരണം ഇതിന്റെ തംബ്നെയിൽ ഇട്ടിരിക്കുന്നത് ദീപിക പടുക്കോണിനെ ആയിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ദീപികയുടെ എന്തോ ഇമോഷൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ഉദ്ദേശിക്കുന്ന പ്രഭാസിന്റെ അമ്മയാണെന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ്, അതുപോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നായിരിക്കും അത് തുടക്കം വരുന്നത്. പിന്നെ ഓരോ അവതാരങ്ങളെ പറ്റിയിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതും ഇതിനകത്ത് എടുത്ത് പറയാൻ സാധ്യതയുണ്ട് തോന്നുന്നുണ്ട് പടത്തില്. സോ മൊത്തത്തില് പാടിയിരിക്കുന്നത് ശരിക്കും ഒരാളുടെ വോയിസ് നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റില്ല. എല്ലാവരുടെയും എന്താ പറയാ കൂടി ചെയ്യുന്ന ആ ഒരു വോയിസ് ആണുള്ളത്. പക്ഷെ ഭയങ്കര പ്രത്യേകിച്ച് ഹെഡ്ഫോണിൽ കേൾക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്ട്. അതായത് ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ഷിഫ്റ്റ് ഒക്കെ ഇല്ലേ, ആ ഒരു ചേഞ്ചസ് ഒക്കെ, അതൊക്കെ ഭയങ്കര രസമാട്ടോ. കാരണം അത് ഭയങ്കരമായിട്ട് മിക്സ് ആവുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ ആ ഒരു ഹീറോയിക് എലമെന്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഹീറോയിക്കിന്റെ ആ ഒരു ബീജിയം വരുന്നില്ലേ, ഇമോഷൻ കഴിഞ്ഞത് വരുന്ന സമയത്ത് ഭയങ്കര ഗൂസ് ബംസ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് തന്നെയായിരിക്കും പടത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഈ ഒരു മ്യൂസിക് തീം മ്യൂസിക് എന്നാണ്. അപ്പൊ ഇത് പല സ്ഥലത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂവിയില് നമ്മള് അത്യാവശ്യം എന്താ സ്ഥലത്ത് അതൊക്കെ ഇത് ഈ സാധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര ഒരു വിരുന്ന് തന്നെയാണ് നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്നത് തോന്നുന്നുണ്ട്. ഒരു കാര്യത്തിൽ നമുക്കറിയാം, നാഗേഷിന് ഓൾറെഡി നമുക്കൊരു വിരുന്ന് ഒരുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിന്റെ കൂടെ സന്തോഷ് നാരായണന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെയും കൂടി ഒരു വിരുന്ന് എന്തായാലും ഉണ്ടാവും. സന്തോഷ് നാരായണനാണ് ഇതിന്റെ മ്യൂസിക് എന്നുള്ളത് എനിക്കിപ്പോ ഇടക്കിടക്ക് എന്നോട് എടുത്ത് പറയേണ്ട ഒരു അവസ്ഥ വരുന്നതാണ്. ശരിക്കും ഞാൻ മറന്നു എന്താ പറയാ. കാരണം എനിക്കിത് ഈ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഒരു സന്തോഷ് നാരായണേക്കാളും മേലെ നിൽക്കുന്ന വേറെ ഏതൊക്കെയോ ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം സന്തോഷ് നാരായണൻ ഞാൻ കേട്ടിരിക്കുന്ന കുറച്ചൊരു ഡിഫറെന്റ് സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് എന്റെ ഓനെ അങ്ങനത്തെ ഒരു ഫീലാണ് ശരിക്കും എനിക്ക് കിട്ടുന്നത്. കാരണം സന്തോഷ് നാരായണൻ നമ്മൾ കൂടുതലും കേട്ടേക്കുന്ന നാടൻ സംഭവങ്ങൾ, അതെ, അങ്ങനത്തെ കുറെ സോങ്സ് ആണ്. പിന്നെ എനിക്കൊന്ന് ആകെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മളെ മലയാളത്തില് ഒരു മൂവിയിൽ ഉണ്ടായിരുന്നില്ല, നമ്മളെ സിജു വിൽസൺ അഭിനയിച്ച ചരിത്രപടം 19 ആ മൂവിന്റെ അകത്ത് അദ്ദേഹമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. അതിനകത്തൊരു ഡിഫറെന്റ് ഉണ്ടായിരുന്നു, അത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിനകത്ത് നാടൻ ടച്ച് ഉണ്ട്, അതാണ് വേറെ സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ഏടിക്കഥയാണ്. അപ്പൊ അതിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് എന്ന് പറയുന്നത് അതിനനുസരിച്ച് കൊണ്ടുവരണം. അപ്പൊ എക്സലന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ആ കോറസ് സംഭവങ്ങളും നമ്മളെ പല ആളുകളെയും എന്താ പറയാ മനസ്സിൽ ലെജൻഡറി ആൾക്കാരെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ആയിരുന്നു. അത് മാത്രമല്ല പ്രത്യേകിച്ച് ഇത്രയും വലിയ ആക്ടേഴ്സും കൂടിയിട്ട് ഇതിനകത്ത് വരുന്ന സമയം നമുക്കറിയില്ല ഇനി ഇതിന്റെ ആ പെർഫോമൻസ് ആണോ, ഈ മ്യൂസിക്കിന്റെ പെർഫോമൻസ് ആണോ ഇനി അവിടെ നടന്ന ലൈവ് പെർഫോമൻസ്, അവരിനി അതാണോ ഇറക്കാൻ ഉദ്ദേശിച്ചത്? ഐ ഫീൽ ദാറ്റ്. കാരണം അവർ ഇറക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് ശോഭന മാമിന്റെ ഡാൻസ് ആയിരുന്നു, ഡാൻസ് കളിക്കുന്ന ഒരു ഇതായിരുന്നു മധുരയിൽ വെച്ചിട്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കണ്ട സമയത്ത്. അപ്പൊ ഞാനതാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ അത് ഇറക്കാൻ പറ്റിയില്ലേ എന്നറിയില്ല. അതുകൊണ്ട് ഇത് ഇറക്കിയതാണോ എന്ന് അറിയില്ല. അതുമാണ് അത് നമുക്ക് എന്തായാലും കണ്ടറിയണം. കാരണം ഏകദേശം ഈ വീക്ക് ഫുൾ ഒരു കൽക്കി വീക്ക് ആയിട്ടാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കൽക്കിയുടെ അപ്ഡേറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ദേ ഷുഡ് ഹാവ് ഡൺ ഇറ്റ് എ വീക്ക് ബിഫോർ മോർ. അല്ല, ഒരാഴ്ച മുന്നേയും കൂടി ഇറക്കി തുടങ്ങണമായിരുന്നു തോന്നിയായിരുന്നു. നോട്ട് ടു ദി ഓൾമോസ്റ്റ് എൻഡ് പോയിന്റ്. കാരണം എന്തൊക്കെയോ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ചിലതൊക്കെ മിസ്സായി പോകുന്നു അല്ലെ. ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ പടത്തിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് മുന്നേ അവർക്ക് ട്രൈ ഇറക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സംഭവം രക്ഷയില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം.